എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം ഭംഗിയായി കിട്ടണം, അല്ലെങ്കിൽ ഒരു വഴി അവൻ ജീവിത വഴി തുറന്നു കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ മോളെ കെട്ടിച്ച് കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ പ്രതിസന്ധി തീർന്നു കിട്ടണം. ഇങ്ങനെ 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 അവൻ്റെ കച്ചവടം ഉണ്ടാകണം. ഇങ്ങനെ അവൻ്റെ ഒരു നിർദ്ദിഷ്ട കാര്യങ്ങൾ നടക്കണം. എന്താണോ ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു വഴിയിൽ മഹീഷത്ത് തുറന്നു കിട്ടണം, അല്ലെങ്കിൽ അവന് ഹജ്ജിന് പോകാൻ കഴിയണം, ഉംറക്ക് പോകാൻ കഴിയണം, അല്ലെങ്കിൽ യാത്ര പോകാൻ കഴിയണം. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അവനവൻ്റെ ആവശ്യങ്ങൾ. നിത്യ ജീവിതത്തിൽ ഹലാലായ ആവശ്യങ്ങൾ പലതും ഇല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരും ആവശ്യങ്ങളില്ല. ഏതും ആവശ്യമാകട്ടെ, എന്ത് ചെയ്യുക? ആവശ്യം നിർവഹിച്ച് കിട്ടാൻ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. വൃത്തിയായി വുളൂ ചെയ്യുക, മനസാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്യുക. ഞാൻ നിസ്കരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മനസാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്യുക. എന്നിട്ടോ മനസാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്തിട്ട് ഖളാഉൽ ഹാജത്ത് എന്ന നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 2 സൂറത്ത് ഓതി ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത്. ഞാൻ എൻ്റെ ആവശ്യ നിർവഹണത്തിന് സുന്നത്തായ ഒരാവശ്യം നിർവഹിച്ചിട്ടുണ്ട്. ഹലാലായ ആവശ്യങ്ങൾ, ഹറാം ആവശ്യപ്പെടരുത്. ഹറാം ആവശ്യപ്പെട്ടാൽ അവൻ്റെ കഥ കഴിയും. ഒരു നിസ്കാരത്തിലൂടെ ഒരാൾ ഹറാം ആവശ്യപ്പെട്ടാൽ അതോടുകൂടെ അവൻ്റെ കഥ കഴിയും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഹലാലല്ലാത്തൊരു കാര്യം അള്ളാഹുവോട് ആവശ്യപ്പെടരുത്. അള്ളാഹു തആല ഹറാമിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹലാലായ ആവശ്യം, ഒരു ഹലാലായ ആവശ്യം വളരെ ഭംഗിയായ നിലക്ക് വുളൂ ചെയ്തു, ഭംഗിയായി കൃത്യമായി വുളൂ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി ഒന്നുകൂടി എൻ്റെ വുളൂ ശരിയാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് ഭംഗിയായി വുളൂ ചെയ്യുക. അത് നിസ്കാരത്തിന് ആവശ്യമാണ് കേട്ടോ. വളരെ പ്രധാനമായ കാര്യങ്ങൾ. നിസ്കരിക്കാൻ വുളൂ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഖളാഉൽ ഹാജത്താണ്. എന്തിനും പരനിസ്കാരമാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വുളൂ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. എന്ത് ചെയ്യാൻ? നല്ല നിയ്യത്തോടുകൂടെ ഭംഗിയായി ഒരു വൃത്തിയായി ഒരു പൂർണ്ണമായ വുളൂ ചെയ്തു വരിക. എന്നിട്ട് ശുദ്ധിയായ നല്ല വൃത്തിയായ വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധമൊക്കെ പൂശുക. എന്നിട്ട് വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമുള്ള സംഗതികൾ ചെയ്യാം. നല്ല സ്ഥലത്ത് നിൽക്കുക, നല്ല മുസല്ലയിടുക, വെള്ളയൊക്കെ വിരിക്കുക കഴിയുമെങ്കിൽ. എന്നിട്ട് വളരെ ഭംഗിയായി നിൽക്കുക. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന താല്പര്യത്തോട് നിൽക്കുക. പിശാചിനെ തൊട്ടൊക്കെ കാവൽ ചോദിക്കുക. പിശാചിന്റെ നിസ്കാരത്തിൽ വരാതിരിക്കാനൊക്കെ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് അള്ളാഹുവോട് ചൊല്ലുക. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل